എം.ആർ. അഭിലാഷ്, ഇതിൽ നിന്ന് ഇന്നത്തെ ഈ രാജിയിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സമരങ്ങളിൽ നിന്ന് കുറേ അധികം പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു, മാധ്യമങ്ങൾക്കടക്കം. അതൊരു ആത്മവിമർശനമാണ്. നമ്മൾ ഗോദി മീഡിയ എന്നൊക്കെ പരിഹസിക്കാറുണ്ടെങ്കിലും അതിനപ്പുറം ആ സമരം ഉന്നയിച്ച ആവശ്യങ്ങൾ, ആ സമരവേദിയിൽ നിന്നുള്ള കാഴ്ചകൾ, അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, അതൊക്കെ എത്രത്തോളം കാണാൻ രാജ്യത്തിലെ ആളുകൾക്ക് കഴിഞ്ഞു, അതിന് മെയിൻ സ്ട്രീം മീഡിയ എന്ന് നമ്മൾ പറയുന്ന നാഷണൽ ചാനൽസ് അത് എത്രത്തോളം കാണിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് മാധ്യമങ്ങൾക്കുള്ള ആത്മവിമർശനമാണ്. അതുപോലെ പ്രതിപക്ഷത്തിനും ആത്മവിമർശനത്തിന്റെ സമയമാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒന്നല്ല, ഒരു 10 അടി മാറി നിന്നിരുന്നു ആദ്യം ഈ സമരവുമായി ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടി. 10 വർഷം പ്രതിപക്ഷം ശ്രമിച്ചിട്ട് സാധിക്കാഞ്ഞ കാര്യമാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ രാജി. അത് സാധിച്ചെടുക്കാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിഞ്ഞു. അങ്ങനെ പല ആത്മവിമർശനങ്ങൾ കൂടി നടത്തേണ്ട സമയമാണിത്. ആര്യാദ ഇവർ ഉയർത്തിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീതിയുക്തമായിരുന്നു. നീതിബോധമുള്ള ആർക്കും നിരാകരിക്കാൻ കഴിയുന്ന ഒരു ആവശ്യം ആയിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവെ ആദ്യം ഈ പാറ്റ പാർട്ടിയോട് ചേർന്ന് നിൽക്കുവാനും അവരുടെ സമീപ സ്ഥലത്തേക്ക് വരാനും മടിയുണ്ടാകുന്നതിന് അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ടായിരുന്നു. കാരണം വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ അവർ വരുന്നു. വളരെ ഒരു മോട്ട്ലി ഗ്രൂപ്പ്, അതായത് പലതരത്തിലുള്ള ആൾക്കാർ ഒത്തുചേരുന്ന ഒരു സൈദ്ധാന്തിക അടിത്തറയില്ലാത്ത സംവിധാനമായിട്ട് അവർ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പ്രാതിനിധ്യമുള്ള പാർലമെന്റ് അവിടെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ തെരുവിൽ പ്രതിഷേധിക്കുന്നവരുടെ കൂടെ ചേരുമ്പോൾ അവർക്ക് എത്രത്തോളം അവർ പാർലമെന്റിൽ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ റിഫ്ലക്ഷനാണ് ഇത് മാറുമെന്നുള്ളതിന്റെ ഒരു സംശയം അവർക്കുണ്ടാകും. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാട്, അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകാം, പ്രതിപക്ഷ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ ഇവരെ സപ്പോർട്ട് ചെയ്ത് പിന്നീടൊരു സ്റ്റേജിലാണെങ്കിലും വന്നതൊരു വലിയ കാര്യമാണ് എന്നതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കൂടുതലൊരു ബ്രോഡ് ബേസ്ഡ് പൊളിറ്റിക്കൽ സപ്പോർട്ട് ജനറേറ്റ് ചെയ്യുവാനും അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനും, അത് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം ഉൾപ്പെടെ എത്രയൊക്കെ രാഷ്ട്രീയം നാം അതിനൊക്കെ കൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികരും തെരുവിലേക്ക് വന്നത് ഈ മൂവ്മെന്റിന് ശക്തി കൊടുത്തു. അവരുന്നയിച്ച ആവശ്യത്തിന് വളരെയധികം പ്രാധാന്യം ദേശീയ തലത്തിൽ കൊടുത്തു എന്നുള്ളതിന് സംശയമില്ല. പിന്നെ ഒരു പാഠം ഭരണകക്ഷിയും പ്രതിപക്ഷവും മനസ്സിലാക്കേണ്ടതോ അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്, പാർലമെന്റിലെ നടപടിക്രമങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ആശങ്കകൾ മനസ്സിലാക്കുവാനും അത് കേൾക്കാനും അത് പരിഹരിക്കാനും മനസ്സ് കൊടുക്കുന്ന രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകൾ, അവർ പ്രപ്പോസ് ചെയ്യുന്ന സജഷൻസ്, അതൊക്കെ തന്നെ നിയമനിർമ്മാണ പ്രക്രിയയിൽ വളരെ വിജിലന്റ് ആയിട്ട് വളരെ അർത്ഥവത്തായിട്ട് അത് കേട്ട് അത് നിയമനിർമ്മാണ പ്രക്രിയയിലും ഭരണ പ്രക്രിയയിലും ഉൾപ്പെടുത്തുവാനുള്ള ഒരു മനസ്സ് കാട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ഈ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞിരുന്ന അമെൻമെന്റ്സ് അവര് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തി ബില്ലിന്റെ ഭാഗമാക്കി നിയമമാക്കിയിട്ടുണ്ട്. അതിപ്പോ 2011 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലാണെങ്കിലും അതുപോലെ തന്നെ 2013 ലാൻഡ് അക്വിസിഷൻ ബില്ല് 2013 പാസ്സാക്കുന്ന സമയത്ത് ലോക്സഭയിൽ സുഷമാ സ്വരാജ് പ്രപ്പോസ് ചെയ്ത അമെൻമെന്റ് അതിന്റെ ബില്ലിന്റെ ഭാഗമാക്കി മാറ്റി. അതുപോലെ തന്നെ രാജ്യസഭയിൽ ശ്രീ രവിശങ്കർ പ്രസാദ് പ്രപ്പോസ് ചെയ്ത മാറ്റം നിയമത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. പിന്നെ ലോക്പാൽ ലോകായുക്ത ബില്ല്. അപ്പോൾ ഇങ്ങനെ ലെജിസ്ലേഷൻ UPA സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശൈലി പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോ മെജോറിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ അപ്രസക്തമാകുകയും പ്രതിപക്ഷ വിമർശനത്തിനെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കൂടുതൽ റിജിഡ് ആകുകയും പാർലമെന്റ് ഒരു രണാങ്കണമായി മാറുകയും ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീമിൽ പാർലമെന്റ് എന്ന് പറയുന്നത് വളരെ സമരസതയോടുകൂടി വിമർശനത്തിനെ സർഗാത്മകമായിട്ട് ഉൾക്കൊണ്ട് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന ബില്ലുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും, എന്തൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പരിഗണിച്ച് അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജനാധിപത്യം എങ്ങനെയാണ് ഒരു ചെറിയ ബിൽഡിങ്ങിൽ എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയ പരിമിതപ്പെടുത്താൻ കഴിയുന്നത്. അപ്പൊ ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് ഭരിക്കുവാൻ കഴിയാതെ വരുന്ന അവസരത്തിലാണ് പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും പാർലമെന്റിൽ അവരിയ്ക്കുന്നതിന് വലിയ പ്രാധാന്യമില്ല എന്ന് തോന്നുകയും അവർ തെരുവിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുകയും ആ സമയത്ത് ആശങ്കയോടുകൂടി മാറി നിന്നിട്ട് പിന്നീട് പാർട്ടികളുടെ കൂടെ ചേരുകയും, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഈ വിദ്യാർത്ഥി മൂവ്മെന്റ് ഇത്രയധികം നൈതികത കൈവരിക്കുകയും അവസാനം മന്ത്രിക്ക് രാജിവെക്കുകയും ചെയ്യേണ്ടി വരുന്നത്.
ഇതൊക്കെ ആദ്യം ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് പരാജയപ്പെട്ടല്ലോ. ഇന്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടല്ലോ. മന്ത്രിയുടെ പരാജയം വകുപ്പിനെ ശക്തിയുക്തമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിലും ഇത്തരത്തിൽ പേപ്പർ ലീക്ക് എന്നൊക്കെ പറയുന്നത് എന്താ, ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവിയെ കരിച്ചു കളയുന്ന ഒരു സംഭവമല്ലേ. മന്ത്രിമാർ ഉത്തരവാദിത്വം എടുത്ത് രാജിവെക്കുന്ന ഒരു പ്രവണത അത് തുടരണം. അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിൽ മന്ത്രി തന്റെ വകുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ